കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രൈഡ്സിന് സംഭവിക്കാൻ ഇടയുള്ള ഒരു 5 മിസ്റ്റേക്കുകൾ. നമ്പർ 1, പ്രോപ്പർ ബഡ്ജറ്റ് പ്ലാനിങ്. നമ്മളുടെ ഒരു ടോട്ടൽ എമൗണ്ട് എന്താണോ ആ ഒരു എമൗണ്ടിൽ നിന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ നമ്മളുടെ ബഡ്ജറ്റിൽ കൂടി പോവാം. സോ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ടോട്ടൽ എമൗണ്ട് എഴുതുക. അതിൽ നിന്ന് മേക്കപ്പിന് എത്രയാണ്, ഫോട്ടോഗ്രാഫിക്ക് എത്രയാണ്, നമ്മളുടെ വെന്യൂ ബുക്കിങ്ങിന് എത്രയാണ്, ഇങ്ങനെയുള്ള ഓരോന്നും സെപ്പറേറ്റ് എമൗണ്ടുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നമ്മളുടെ ബഡ്ജറ്റ് പ്ലാനിങ്ങിന് ഉപകാരപ്പെടും. നമ്പർ 2, നമ്മളുടെ വെഡിങ് പ്ലാനറും വെൻഡേഴ്സുമായിട്ടുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് മീറ്റിംഗ്. അത് കുറച്ചും കൂടി നമ്മളുടെ ആ ഒരു ഇവന്റ് ഡേ അടിപൊളിയാക്കാൻ സഹായിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെഡിങ് പ്ലാനറും നമ്മളും തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കേറ്ററിംഗ് ടീമുമായിട്ട് സംസാരിക്കുമ്പോഴും ഫോട്ടോഗ്രാഫി ടീമിനായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ സെയിം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവർ 3 പേരും നമ്മളും ഒരുമിച്ച് വരുന്ന ദിവസമായിരിക്കും കുറച്ചും കൂടി നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് 3 പേർക്കും മനസ്സിലാവുന്നത്. ആ ദിവസം എന്തെങ്കിലും അവിടെ നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ പോലും അവർക്ക് 3 പേർക്കും കൂടി പ്ലാൻ ചെയ്ത് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും അത് നമുക്ക് കുറച്ചുകൂടെ ഉപകരിക്കും. നമ്പർ 3, ഓവർ എക്സ്പെക്ടേഷൻ ആൻഡ് പ്ലാനിങ്. അതെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ അധികം റെഫറൻസുകൾ വെഡിങ് പ്ലാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ റെഫറൻസുകൾ എടുത്തെടുത്ത് വെക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ മനസ്സിലുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. മേ ബി നമ്മളുടെ ബഡ്ജറ്റും എക്സ്പെക്ടേഷനും തമ്മിൽ മീറ്റ് ചെയ്യാത്ത ചില സിറ്റുവേഷൻസ് വരും. പക്ഷെ അപ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളുടെ ബ്രൈഡ്സ് പലപ്പോഴും കാണാറുണ്ട് അവർ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി പോകും. കാരണം ആ ഒരു സാധനം നമ്മളിലേക്ക് എത്തുന്നില്ല, എനിക്ക് അതായിരുന്നു ഇഷ്ടം, അങ്ങനെ ഒരു സംഭവം. സോ അപ്പം എപ്പോഴും നമ്മളുടെ ബഡ്ജറ്റും എക്സ്പെക്ടേഷനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പോയിന്റിൽ നമ്മൾ വന്ന് ലാൻഡ് ചെയ്യുന്നത് സേഫ് ആയിരിക്കും. സോ നമ്മളുടെ ആ ഒരു അടിപൊളി ഡേ നമ്മൾ ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റും. നമ്പർ 4, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ആയിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ ആ ഒരു ലാസ്റ്റ് മിനിറ്റിനോട് അടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ബിസി ആവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾക്ക് അത്രയും വിശ്വാസമുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഇവന്റ് പ്ലാനർ, ഇവരാരെങ്കിലും എന്തായാലും എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളവിടെ സജഷൻസ് കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി പോകും. ഇതൊക്കെ വന്നില്ല എന്നുള്ളത് നമുക്ക് വെഡിങ് കഴിഞ്ഞിട്ട് പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മളെ കൂടാതെ ഒരാളും കൂടെ അറിഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. നമ്പർ 5, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ ദിവസം എൻജോയ് ചെയ്യാൻ പറ്റണം. സോ ആ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെക്കുന്നത്. സോ അല്ലെങ്കിൽ ആ ഒരു ദിവസം ഭയങ്കര ടെൻഷൻ അടിച്ച് നിങ്ങൾക്ക് ആ ഒരു ഇവന്റ് എൻജോയ് ചെയ്യാൻ പറ്റാണ്ടായി പോകും. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. നിങ്ങളുടെ ദിവസമാണ്, നിങ്ങൾ എൻജോയ് ചെയ്യണം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. താങ്ക് യു.